ഹലോ ഗായ്സ്, അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ചെറിയൊരു ഐലൻഡിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഫാമിലി ആയിട്ടാണുള്ളത്. ചെന്നപ്പോൾ ചെറിയ തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു 3 മണിയോടെയാണ് അവിടെ എത്തിയത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയി. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ടൈമിംഗ് വരുന്നത് രാവിലെ 9:30 മുതൽ 4:30 വരെയാണ്. ആ സമയത്ത് മാത്രമേ ഇവിടെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. ഒരാൾക്ക് 180 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. ബോട്ടിൽ കയറിയാണ് ഐലൻഡിലേക്ക് പോകുന്നത്. ഒരു 7-8 പേർക്ക് ഒന്നിച്ചിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ഇത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറി. ഇവിടെ ചെറിയ ബോട്ട് മാത്രമല്ല, വലിയ ബോട്ടുകളും ഇവിടെയുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. ഒരു രക്ഷയുമില്ല ഗൈസ്. ഒരു 3:30 ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ബട്ട് ബോട്ടിൽ കയറിയപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല, നല്ല കാറ്റായിരുന്നു. ഹേസൻ 2ാമത്തെ തവണയാണ് ബോട്ടിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. അവന് വെള്ളത്തിൽ ഇറങ്ങാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതലും. പിന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. പോകുന്ന എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഇട്ട് മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. നമ്മുടെ ബോട്ടിലെ ഏറ്റവും ലാസ്റ്റാണ് ഞാനിരുന്നത്. അതൊരു പ്രത്യേക വൈബാണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇവിടെ ടോട്ടൽ 3 ടെർമിനലാണ് ഉള്ളത്. 1ഉം 3ഉം ടെർമിനലിനൊരു പ്രത്യേകതയുണ്ട്. ഈ 2ാമത്തെ ടെർമിനലിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടിൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാര്യം ഈ 2ാമത്തെ ടെർമിനലിൽ നിന്നും നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലേക്ക് ഏകദേശം 15 മിനിറ്റ് യാത്രയുണ്ട്. പക്ഷേ 1ഉം 3ഉം ടെർമിനലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഐലൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി എപ്പോഴും ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഏത് ബോട്ടിൽ വേണോ തിരിച്ചു പോകാൻ കഴിയും. 2ാമത്തെ ടെർമിനലിലാണ് വരുന്നതെങ്കിൽ 1 അവർ മാത്രമേ നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വരുവാണെങ്കിൽ 1ഉം 3ഉം ടെർമിനൽ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. ബട്ട് ടിക്കറ്റിന്റെ ചാർജിലൊന്നും വ്യത്യാസം വരത്തില്ല. 3ഉം സെയിം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നൈസായിട്ട് തോന്നി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നല്ല മഴയുള്ള സമയത്താണെങ്കിലും നമ്മുടെ മുട്ടിനവിടെ വരെ വെള്ളമുള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായല്. ആ കായലിന്റെ നടുവിലാണ് ഇത്രയും നല്ല ഐലൻഡ് ഉള്ളത്. അവിടെ ചെന്നപ്പോഴൊന്നും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആലോചിച്ചപ്പോൾ ഒരു മിറാക്കിളാണ് ഈ പ്ലേസ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല്, ഇവിടെ തന്നെ കുറേ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടുകളുണ്ട്. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് കിട്ടും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി കപ്പയും കല്ലുമ്മക്കായയും കിട്ടും. പിന്നെ കുറച്ചു നേരം നമ്മൾ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്ത് നടന്നു. ഗൈസ്, ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെരുപ്പിടാതെയാണോ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നതെങ്കിൽ കാലൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. കല്ലുമ്മക്കായുടെ തോടില്ലേ, അതൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് ഇറക്കാൻ നോക്കുക. ഇവിടെ നമുക്ക് മരത്തിലൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പൊ കുറെ പേരൊക്കെ മരത്തിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഞാനും മോനും കുറെ ഒന്നിച്ച് അവിടെ എക്സ്പ്ലോർ ചെയ്തു. കായലിന്റെ നടുവിലാണ് കേട്ടോ ഞാൻ ഈ നിൽക്കുന്നത്. ഗായ്സ്, ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. ഈ സാമ്പ്രാണിക്കുഴിയിൽ വന്നു കഴിഞ്ഞാലേ നമ്മൾക്കിവിടെ കുറെ കണ്ടൽ കാടുകളുണ്ട്. ആ കണ്ടൽ കാടുകൾ കാണാൻ വേണ്ടി ഇവരിവിടെ വള്ളത്തിലാണ് സർവീസുകൾ ചെയ്യുന്നത്. ആൾക്കൊന്നിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഇവർ അരമണിക്കൂർ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ബോട്ടിലൊക്കെ ഞാൻ കുറെ കയറിയിട്ടുണ്ട്. എങ്കിലും വള്ളത്തിൽ എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ആദ്യം വിക്ക കയറി, പിന്നെ ഹേസു കയറി. അങ്ങനെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ കയറി. ഏറ്റവും അവസാനമാണ് ഞാൻ കയറിയത്. കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫീല് കിട്ടി. അങ്ങനെ നമ്മൾ കണ്ടൽ കാട് കാണാൻ വേണ്ടിയിട്ട് വള്ളത്തിലൂടെ യാത്ര ചെയ്യുവാണ്. വള്ളത്തിലെ ലൈഫ് ജാക്കറ്റുകളും മറ്റുമുണ്ട്. പക്ഷെ വലിയ ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും തന്നെ അത് ഇടത്തില്ല.
പോകുന്ന വഴിക്ക് തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് മനോഹര കാഴ്ചയുണ്ട്. പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സ്പോട്ടുകളുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോഴായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ വെള്ളത്തിൽ പോകാതെ നോക്കുക. വഴിയിൽ കുറേ മനോഹര കാഴ്ചകളൊക്കെ കാണാനിടയായി. നമ്മൾ ഈ കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്, അതൊക്കെ കാണാനിടയായി. ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ച് നമ്മളിങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്തേ ഗായ്സ്. ഒരു പ്രത്യേക ഒരു ഫീലിങ്ങും ഒരു ഹാപ്പിനെസ്സും നമുക്ക് തോന്നി. ഒരു തണുത്ത കാറ്റും എന്നാൽ വെയിലുമുണ്ട്. എന്നാലും ആ ഒരു കാറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വെയിൽ തന്നെയാണ്. ശരിക്കും ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് പോകുന്നെങ്കിൽ വള്ളത്തിലിരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ സാമ്പ്രാണിക്കുടിയിൽ വന്നിട്ട് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒന്നെന്ന് പറയുന്നത് ഈ വള്ളത്തിലെ യാത്ര തന്നെയാണ്. ഇവിടെ കണ്ടൽ കാടുകൾ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി വള്ളങ്ങളുണ്ട്. എത്ര ആളുകൾക്ക് വേണമെങ്കിലും പോകാവുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം അടുത്തെത്താറായി. ദാ ഈ കാണുന്നതാണ് കണ്ടൽ കാടുകൾ. നമ്മളിതാ അടുത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്ന സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലം അഷ്ടമുടി കായലിന് നടുവിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ കായലിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാല്
പണ്ട് ഇവിടെ മണ്ണ് കൊണ്ട് ഇടുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ കായലിന്റെ കുറേ ഭാഗം നികന്നു. പിന്നീട് ഇവിടെ കണ്ടൽ കാടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ കണ്ടൽ കാടുകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ സ്ഥലം ഇത്ര ഭംഗിയുള്ളതായി മാറിയത്. അങ്ങനെ ആളുകളൊക്കെ വന്നു പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയത്. ദാ ഈ കാണുന്നതാണ് കണ്ടൽ കാടുകൾ. നമ്മൾ ദാ ഇതിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുവാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ഗൈസ്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സാമ്പ്രാണിക്കുടി ഐലൻഡ് അല്ലാതെ അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്നിടത്ത് ചെറിയൊരു ഐലൻഡ് കൂടി അവിടെ ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാനും വെള്ളത്തിലൂടെ നടക്കാനും ഒക്കെ പറ്റും. പക്ഷെ നമ്മളെ ഇറക്കിയില്ല. അവിടുത്തെ മനോഹര കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് രസിച്ചിരുന്നു. ആ ഐലൻഡിനെ പറയുന്ന പേരാണ് മേരിലാൻഡ് ഐലൻഡ്. ഇവിടെ 11 ഐലൻഡ് ഉണ്ട്. മേരിലാൻഡ് ഐലൻഡിൽ സാമ്പ്രാണിക്കുടിയിലേക്കാളും വെള്ളം കുറഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ലാൻഡിങ് നിർത്തി. അത് കാരണം നമ്മൾ അവിടെ ഇറങ്ങിയില്ല. വീക്കെൻഡിലാണ് ഇവിടെ തിരക്കുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറെ വള്ളങ്ങൾ തിരികെ പോകുന്നത് കണ്ടു. മനോഹര കാഴ്ചകൾ കണ്ട് നമ്മൾ ആസ്വദിച്ചങ്ങനെ ഇരിക്കുവാണ്. സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതാ ബോട്ടിൽ കയറാൻ പോവാണ്. നമ്മളെ കൊണ്ടുപോകാനുള്ള ബോട്ടാണ് ഇതേ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടൽ കാടുകളൊക്കെ കണ്ടിട്ട് സാമ്പ്രാണിക്കുടിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ തന്നെ അവിടെ കുറെ ബോട്ടുകൾ തിരികെ കരയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര വേണോ നിൽക്കാമായിരുന്നു, ടൈം ഇല്ലായിരുന്നു. നമ്മൾ ഒന്നാമത്തെ ടെർമിനലിലൂടെ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് എത്ര വേണോ നിൽക്കാം. നമ്മൾ ആ ബോട്ട് ഓടിച്ച ഡ്രൈവറിനോട് ചോദിച്ചു എത്ര സമയം കഴിഞ്ഞിട്ട് വരണം, 1 അവർ ആണോ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1 അവർ ആണ്. അപ്പോൾ നമ്മൾ കരുതി അങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര വേണോ നിന്നോ എന്ന് പറഞ്ഞു. കുറേ ബോട്ടുകളുണ്ട് നമ്മളെ കൊണ്ടുപോകാനും കൊണ്ടാക്കാനും ഒക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം വെള്ളത്തിലെ യാത്ര വളരെ നന്നായി എൻജോയ് ചെയ്തു ഞാൻ.
അതുപോലെ തന്നെ കണ്ടൽക്കാടിൽ നിന്ന് ഇറങ്ങി ഉള്ളിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. അത് നമുക്ക് പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ബാഡായിട്ട് തോന്നിയത്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് സാമ്പ്രാണിക്കുടി. അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ.